നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി ശക്തമാക്കുകയാണ്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പുതിയ തലങ്ങളിലേക്ക് കടക്കുമ്പോൾ അമേരിക്കയും നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നു. ഇതിനിടെ കുവൈറ്റിന് നേരെ ആക്രമണ ശ്രമം നടന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അതേസമയം ലെബനനിലെ തന്ത്രപ്രധാനമായ ബ്യൂഫോർട്ട് കോട്ടയുടെ നിയന്ത്രണം ഇസ്രയേൽ ഏറ്റെടുത്തതായും റിപ്പോർട്ടുകൾ. ഇന്ന് രാവിലെ കുവൈറ്റിൽ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടന്നു. കുവൈറ്റ് വ്യോമ പ്രതിരോധ സംവിധാനം മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തടഞ്ഞുവെന്നും രാജ്യത്തുടനീളം സൈറണുകൾ മുഴങ്ങിയെന്നും കുവൈറ്റ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. കൂടുതൽ വിശദാംശങ്ങൾ ഏജൻസി നൽകിയിട്ടില്ല. ഇറാനെതിരെ ആക്രമണം നടത്താൻ US സൈന്യം ഉപയോഗിക്കുന്ന വ്യോമതാവളം ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് പറഞ്ഞു. കുവൈറ്റിലെ അലി അൽ സലേം എയർബേസ് US സൈനിക താവളമാണ്. ഇത് ലക്ഷ്യമിട്ട് ഇറാൻ ഫത്ത ബാലിസ്റ്റിക് മിസൈലാണ് പ്രയോഗിച്ചത്. നിരവധി ഡ്രോണുകൾ അതിർത്തി ലംഘിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. മേഖലയിൽ യുദ്ധഭീതി ഉയർത്തിക്കൊണ്ട് കുവൈറ്റിലെ ഇന്ധന ഡിപ്പോകൾ ലക്ഷ്യമിട്ടും കടൽവെള്ളം ശുദ്ധീകരിക്കുന്ന ഡീസാലിനേഷൻ പ്ലാന്റുകൾ കേന്ദ്രീകരിച്ചും ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ശത്രുവിന്റെ മിസൈലുകളെയും ഡ്രോണുകളെയും ആകാശത്ത് വെച്ച് തന്നെ കുവൈറ്റ് സൈന്യം തടഞ്ഞു. ആക്രമണങ്ങളിൽ പരിക്കേറ്റ US സൈനികരടക്കം നിരവധി പേർ ചികിത്സയിലാണ്. അതേസമയം ഇറാന് നേരെ സൈനികാക്രമണം നടത്തിയതായി US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. ഇറാന്റെ ആക്രമണ നടപടികൾക്ക് മറുപടിയായാണ് അമേരിക്ക സ്വയം രക്ഷാർത്ഥം പ്രത്യാക്രമണം നടത്തിയതെന്ന് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അന്താരാഷ്ട്ര സമുദ്രപരിധിയിലൂടെ പറക്കുകയായിരുന്ന അമേരിക്കയുടെ MQ-1 ഡ്രോൺ ഇറാൻ വെടിവെച്ചിട്ടതിനെ തുടർന്നാണ് ഈ തിരിച്ചടി ഉണ്ടായത്. ശനി, ഞായർ ദിവസങ്ങളിലാണ് ആക്രമണങ്ങൾ നടത്തിയതെന്ന് സെൻട്രൽ കമാൻഡ് പറഞ്ഞു. ഈ ആക്രമണങ്ങളിൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ, ഇറാനിയൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനുകൾ, 2 വൺ-വേ അറ്റാക്ക് ഡ്രോണുകൾ എന്നിവ നശിപ്പിച്ചു. ഇറാനിലെ ഗൊരുക്ക് മേഖലയിലും ഖേഷം ദ്വീപിലുമുള്ള റഡാർ, ഡ്രോൺ കമാൻഡ് ആൻഡ് കൺട്രോൾ സൈറ്റുകൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഇറാന്റെ ആക്രമണത്തിന് മറുപടിയായി നടത്തിയ കൃത്യമായതും പരിമിതവുമായ ആക്രമണങ്ങളാണിതെന്ന് അമേരിക്ക വിശേഷിപ്പിച്ചു. ഈ സംഭവത്തോടെ ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ വീണ്ടും ആശങ്ക ഉയർന്നിരിക്കുകയാണ്. കാരണം ഇറാൻ അമേരിക്ക സംഘർഷം ഗൾഫ് മേഖലയിലേക്ക് വ്യാപിക്കുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം ഏറ്റവും കൂടുതൽ അനുഭവിക്കുക ഇവിടെയുള്ള രാജ്യങ്ങളായിരിക്കും. പൊട്ടിത്തെറി ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ പരിഭ്രാന്തരാകരുതെന്നും ഔദ്യോഗിക നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും സൈന്യം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. കുവൈറ്റിന്റെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ ലംഘനമാണ് ഈ ആക്രമണങ്ങളെന്ന് കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഈ നടപടിയെ UAE അടക്കമുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങളും ശക്തമായി അപലപിച്ചിട്ടുണ്ട്. കുവൈറ്റിനു നേരെ ഉണ്ടായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കുവൈറ്റ് ജനറൽ സ്റ്റാഫ് ഓഫ് ദി ആംഡ് ഫോഴ്സസും സിവിൽ ഡിഫൻസ് മന്ത്രാലയവും പൊതുജനങ്ങൾക്കായി പുറപ്പെടുവിച്ചിട്ടുള്ള ഏറ്റവും പുതിയ ഔദ്യോഗിക സുരക്ഷാ നിർദ്ദേശങ്ങൾ ഇനി പറയുന്നവയാണ്. ഔദ്യോഗിക വാർത്താ ഏജൻസി വഴിയോ സർക്കാർ സംവിധാനങ്ങൾ വഴിയോ വരുന്ന നിർദ്ദേശങ്ങൾ മാത്രം കർശനമായി പിന്തുടരുക. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശത്രുക്കളുടെ മിസൈലുകളെ ആകാശത്ത് വെച്ച് തകർക്കുമ്പോൾ വലിയ പൊട്ടിത്തെറി ശബ്ദങ്ങൾ ഉണ്ടാകാം. ഇത് കേട്ട പരിഭ്രാന്തരാകരുത്. എയർ റെയ്ഡ് സൈറണുകൾ മുഴങ്ങുകയോ മൊബൈലിൽ അടിയന്തര മുന്നറിയിപ്പുകൾ ലഭിക്കുകയോ ചെയ്താൽ ഉടൻ തന്നെ വീടുകൾക്കോ സുരക്ഷിത കെട്ടിടങ്ങൾക്കോ ഉള്ളിലേക്ക് മാറുക. സോഷ്യൽ മീഡിയ വഴി പടരുന്ന അനാവശ്യ കിംവദന്തികളോ സ്ഥിരീകരിക്കാത്ത വിവരങ്ങളോ വിശ്വസിക്കുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യരുത്. വിദേശ രാജ്യങ്ങളിലെ നയതന്ത്ര കാര്യാലയങ്ങൾ പുറപ്പെടുവിപ്പിക്കുന്ന അലർട്ടുകൾ ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് മിഡിൽ ഈസ്റ്റിലുള്ള തങ്ങളുടെ പൗരന്മാർക്കായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സ്മാർട്ട് ട്രാവലർ എൻറോൾമെന്റ് പ്രോഗ്രാം വഴി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുതുക്കുന്നുണ്ട്. ഇന്ത്യൻ പൗരന്മാരും തങ്ങളുടെ എംബസി നൽകുന്ന പ്രത്യേക നിർദ്ദേശങ്ങൾ നിരീക്ഷിക്കേണ്ടതാണ്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക യാത്രാ നിയന്ത്രണങ്ങളിൽ വലിയ ഇളവുകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻപുണ്ടായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ തുടർന്ന് വിമാനത്താവളത്തിന്റെ ചില ഭാഗങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും സർവീസുകൾ തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ നിലവിൽ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് സർവീസുകൾ സാധാരണ നിലയിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. ടെർമിനൽ 1 വീണ്ടും തുറന്നിട്ടുണ്ട്. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയതിനെ തുടർന്ന് 2026 ജൂൺ 1 മുതൽ ടെർമിനൽ 1 വഴി അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ഘട്ടം ഘട്ടങ്ങളായി പുനരാരംഭിക്കാൻ കുവൈറ്റ് സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറൽ തീരുമാനിച്ചിട്ടുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ് അടക്കമുള്ള വിദേശ എയർലൈനുകൾക്ക് കുവൈറ്റിൽ നിന്ന് കേരളത്തിലേക്കും മറ്റു നഗരങ്ങളിലേക്കുമുള്ള സർവീസുകൾ ഘട്ടം ഘട്ടമായി പുനരാരംഭിക്കാൻ അനുമതി ലഭിച്ചു. ഇത് ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രവാസികൾക്ക് വലിയ ആശ്വാസമാകും. US ഇറാൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യൻ ആകാശപരിധിയിൽ ഇപ്പോഴും കടുത്ത നിരീക്ഷണമുണ്ട്. റൂട്ടുകളിലെ മാറ്റങ്ങൾ കാരണം യാത്രാ സമയത്തിൽ വ്യത്യാസങ്ങളോ നേരിയ കാലതാമസമോ ഉണ്ടായേക്കാം. വിമാനത്താവളത്തിൽ എത്തുന്നതിന് മുൻപായി
നിങ്ങളുടെ എയർലൈനുമായി ബന്ധപ്പെട്ട ഫ്ലൈറ്റ് കൃത്യസമയത്ത് തന്നെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. സുരക്ഷാ പരിശോധനകൾ കർശനമാക്കിയതിനാൽ യാത്രയ്ക്ക് 3-4 മണിക്കൂർ മുൻപെങ്കിലും എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യാനും ശ്രദ്ധിക്കണം. ഇസ്രയേലും ലെബനനും തമ്മിലുള്ള രൂക്ഷമായ പോരാട്ടം ശമിപ്പിക്കാൻ അമേരിക്ക പുതിയ നയതന്ത്ര നീക്കവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇറാന്റെ സൈനിക റഡാർ സംവിധാനങ്ങളും ഡ്രോൺ നിയന്ത്രണ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് അമേരിക്ക ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡായ സെൻട്കോം തന്നെയാണ് ഈ വിവരം പുറത്തുവിട്ടത്. എന്നാൽ അമേരിക്കയുടെ നടപടിക്ക് പിന്നാലെ ഇറാനും ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു. അമേരിക്ക ഉപയോഗിക്കുന്ന സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയെന്നാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് അവകാശപ്പെടുന്നത്. അമേരിക്ക ആക്രമണം തുടർന്നാൽ കൂടുതൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അപകടകരമായ തലത്തിലേക്ക് നീങ്ങുകയാണ്. ഇറാന്റെ ആക്രമണ ഭീഷണി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ സൈനികരെയും സഖ്യകക്ഷികളെയും സംരക്ഷിക്കാനാണ് ഈ നടപടിയെന്ന് അമേരിക്ക പറയുന്നു. ഇത് വെറും പ്രതിരോധ നടപടിയല്ല, ആവശ്യമെങ്കിൽ കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾക്ക് അമേരിക്ക തയ്യാറാണെന്ന മുന്നറിയിപ്പുമാണ്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔണുമായും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും സംസാരിച്ച് ക്രമേണ സംഘർഷം കുറയ്ക്കുന്ന പദ്ധതി മുന്നോട്ട് വെച്ചതായി US ഉദ്യോഗസ്ഥർ പറഞ്ഞതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ആദ്യഘട്ടത്തിൽ ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള ഇസ്രയേലിലേക്കുള്ള എല്ലാ ആക്രമണങ്ങളും നിർത്തണമെന്നാണ് USന്റെ നിർദ്ദേശം. അതിനു പകരമായി ഇസ്രയേൽ ബെയ്റൂട്ടിൽ ആക്രമണം ശക്തമാക്കാതെ പിന്മാറും. ഇത് ക്രമേണ സംഘർഷം കുറയ്ക്കുന്നതിനും ശത്രുതകൾ ഫലപ്രദമായി അവസാനിപ്പിക്കുന്നതിനും ഇടയാക്കുമെന്ന് US ഉദ്യോഗസ്ഥൻ വിശദീകരിച്ചു. ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔൺ ഈ നിർദ്ദേശം മുന്നോട്ട് കൊണ്ടുപോകാനും കരാർ ഉറപ്പിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ വെടിനിർത്തലിന് ഹിസ്ബുള്ളയ്ക്ക് ഗ്യാരണ്ടി വേണമെന്ന് ആവശ്യപ്പെടുന്ന ലെബനൻ പാർലമെന്റ് സ്പീക്കർ നബീബ് ബെറി ആദ്യം ഇസ്രയേൽ വെടിവെക്കുന്നത് നിർത്തണം എന്ന നിബന്ധന വെച്ചു. ഇതോടെ ചർച്ച വീണ്ടും വഴിമുട്ടിയിരിക്കുകയാണ്. ഇതേസമയം തെക്കൻ ലെബനനിലെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് മുന്നേറാൻ സൈന്യത്തിന് ഉത്തരവ് നൽകിയിരിക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹിസ്ബുള്ള ചെറുത്തുനിൽപ്പ് തുടരുന്നതിനിടെ തന്ത്രപ്രധാനമായ ബ്യൂഫോർട്ട് കോട്ട ഇസ്രയേൽ സൈന്യം പിടിച്ചെടുത്തു. 2000-ൽ അധിനിവേശം അവസാനിപ്പിച്ച് ഇസ്രയേൽ പിന്മാറിയ ശേഷം ഇതാദ്യമാണ് 900 വർഷം പഴക്കമുള്ള ബ്യൂഫോർട്ട് കോട്ട പിടിക്കുന്നത്. ഒരു സാധാരണ ചരിത്ര സ്മാരകം മാത്രമല്ല ബ്യൂഫോർട്ട് കോട്ട. തെക്കൻ ലെബനന്റെ വലിയൊരു ഭാഗം നിരീക്ഷിക്കാൻ കഴിയുന്ന തന്ത്രപ്രധാനമായ ഉയർന്ന പ്രദേശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ മേഖലയുടെ നിയന്ത്രണം ലഭിക്കുന്നത് ഇസ്രയേലിന് സൈനികമായി വലിയ നേട്ടമാണ് വിലയിരുത്തുന്നത്. അതേസമയം ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകൾക്ക് ഇത് വലിയ തിരിച്ചടിയുമാണ്. ഇറാന്റെ ഏറ്റവും പ്രധാന സഖ്യകക്ഷികളിലൊന്നാണ് ഹിസ്ബുള്ള. ലെബനനിൽ ആസ്ഥാനമുള്ള ഈ സംഘടനയ്ക്ക് ഇറാന്റെ പിന്തുണ ലഭിക്കുന്നുവെന്നാണ് അമേരിക്കയും ഇസ്രയേലും ആരോപിക്കുന്നത്. ബ്യൂഫോർട്ട് മേഖലയിലെ ഇസ്രയേൽ മുന്നേറ്റം ഹിസ്ബുള്ളയെ കൂടുതൽ ആക്രമണാത്മകമാക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. അങ്ങനെ സംഭവിച്ചാൽ ലെബനൻ അതിർത്തിയിലും വലിയ യുദ്ധമേഖല രൂപപ്പെടാം. ലോക സമ്പദ് വ്യവസ്ഥയെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് ഹോർമുസ് കടലിടുക്കാണ്. ലോകത്തെ എണ്ണ കയറ്റുമതിയുടെ വലിയൊരു ശതമാനം ഈ വഴിയിലൂടെയാണ് നടക്കുന്നത്. സംഘർഷം രൂക്ഷമായാൽ ഈ മേഖലയിൽ കപ്പൽ ഗതാഗതം തടസ്സപ്പെടാം. അത് എണ്ണവില കുതിച്ചുയരാനും ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കാനും കാരണമാകും. ഇന്ത്യ ഉൾപ്പെടെയുള്ള എണ്ണ ഇറക്കുമതി രാജ്യങ്ങൾക്കും ഇതിന്റെ ആഘാതം നേരിടേണ്ടി വരും. ചുരുക്കത്തിൽ പറഞ്ഞാൽ കുവൈറ്റിലെ സുരക്ഷാ ആശങ്കകൾ, അമേരിക്കയുടെ പുതിയ സൈനിക നടപടി, ഇറാന്റെ തിരിച്ചടി ഭീഷണി, ബ്യൂഫോർട്ട് കോട്ടയുടെ നിയന്ത്രണം ഇസ്രയേൽ ഏറ്റെടുത്തത് എന്നിവയെല്ലാം പശ്ചിമേഷ്യയിലെ സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കുകയാണ്. അടുത്ത ഏതാനും ദിവസങ്ങൾ ഈ മേഖലയിലെ ഭാവി നിർണ്ണയിക്കുന്ന നിർണായക ദിവസങ്ങളായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. മലയാളി വാർത്ത ഇൻസൈഡ്.